ഇന്ന് നമ്മൾ തിഥീനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ഇന്ത്യൻ പാരമ്പര്യ ജ്യോതിശാസ്ത്ര പ്രകാരം 30 തിഥികളാണുള്ളത്. തിഥി ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. വേണമെങ്കിൽ ഒരു ചന്ദ്രമാസം എന്ന് പറയാം. നമ്മളതിനെ രണ്ടായിട്ട് തിരിക്കും. ഒരെണ്ണം കൃഷ്ണപക്ഷവും ഒരെണ്ണം ശുക്ലപക്ഷവും. നമ്മളതിനെ കറുത്ത പക്ഷം എന്നും വെളുത്ത പക്ഷം എന്നും പറയാറുണ്ട്. പേടിക്കണ്ട, ചാനൽ മാറിയിട്ടില്ല. ടെക്ലുട്ടാപ്പി തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചന്ദ്രൻ വലുതായി വലുതായി വരുന്നതാണ് ശുക്ലപക്ഷം. ചന്ദ്രൻ ചെറുതായി ചെറുതായി പോകുന്നതാണ് കൃഷ്ണപക്ഷം. പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി, വാവ് വാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗർണമി അല്ലെന്നുണ്ടെങ്കിൽ അമാവാസി. ഇങ്ങനെയാണ് ഈ 15 തിഥികൾ വരുന്നത്. ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോൾ സൂര്യനെ അവലംബപ്പെടുത്തി ചന്ദ്രൻ ഭൂമിയായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന കോണളവുകളാണിത്. ഇനി വിസ്തരിച്ച് പറയുന്നില്ല, തിഥി എന്താണെന്നുള്ള ചെറിയൊരു അറിവ് കിട്ടാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. ഇനി ഇതോടെ പറയാൻ കാരണം നമ്മുടെ ഡൽഹി വാച്ച് കമ്പനി ടൈം ഗ്രാഫേഴ്സ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത് നിർമ്മിച്ച വാച്ചാണ് തിഥി. എൻ്റെ ആദ്യത്തെ മൂൺ ഫേസ് വാച്ചും ഇതാണ്. ടൈം ഗ്രാഫേഴ്സ് എന്ന് പറയുന്നത് വാച്ചുകളെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ കൂട്ടായ്മയാണ്. അവരിറക്കുന്ന 3ാമത്തെ വാച്ചാണിത്. പക്ഷെ ആദ്യമായിട്ടാണ് അവർ DWC ആയിട്ട്, അതായത് ഡൽഹി വാച്ച് കമ്പനിയായിട്ട് ഒരു കൊളാബറേഷനിൽ വാച്ച് ഇറക്കുന്നത്. സംസ്കൃതത്തിൽ തിഥി എന്ന് പറയുന്നത് ഒരു ചന്ദ്ര ദിവസമാണ്. ഓൾമോസ്റ്റ് എല്ലാ ഇന്ത്യൻ ഫെസ്റ്റിവൽസും ചന്ദ്ര കലണ്ടർ അനുസരിച്ചാണെന്നുള്ളതും നമ്മൾ ഈ അവസരത്തിൽ ഓർമ്മിക്കണം. അതിനെക്കുറിച്ച് പറയുന്ന ഒരു ചെറിയ നോട്ട് ഇവിടെ ഉണ്ട്. അതിന്റെ ഫസ്റ്റ് ലൈൻ വളരെ അടിപൊളിയാണ്. അതിന്റെ അർത്ഥം ഞാൻ മലയാളത്തിൽ പറയാം. അതായത് സമയം ദിവസങ്ങളായി എണ്ണപ്പെടുന്നതിന് മുമ്പ് ആകാശങ്ങളിൽ അനുഭവപ്പെട്ടിരുന്നു. സത്യമാണ്, സുന്ദരമായിട്ടുള്ളൊരു കാര്യമാണ്. നല്ലൊരു ബോക്സിലാണ് ഇത് വരുന്നത്. തുറന്നു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ളൊരു വാച്ച് നമുക്ക് കാണാം. ഇപ്പോൾ 4 വേരിയൻസ് ആണ് ഈ വാച്ചിനുള്ളത്. തമിഴ് ലിപിയിൽ 2ഉം മലയാളത്തിൽ 2ഉം. ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, മലയാള അക്കങ്ങളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 6 o'clock മുകളിൽ തിഥി എന്ന് മലയാളത്തിലും കാണാം. ഇത് ബ്ലൂ ആണ്. വേറൊരു സാൽമൺ വേരിയന്റ് ഉണ്ട്. മലയാളം തിഥി വാച്ചിന് ഈ 2 കളറുകൾ തിരഞ്ഞെടുക്കാനുള്ള കാരണമായിട്ട് പറയുന്നത് കേരളത്തിൽ ചന്ദ്രനെ കാണുന്നത് ഈ 2 ബാക്ക്ഗ്രൗണ്ടിലാണെന്നുള്ളതാണ്. നീലാകാശത്തും അല്ലെങ്കിൽ ഉദയത്തിലും അസ്തമനത്തിലും കാണുന്ന ഈ ഒരു സാൽമൺ കളറിലും കേരളത്തിന്റെ മനോഹരമായ കടൽ തീരങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ കളർ സെലക്ഷൻ. തമിഴ് ലിപിയിലുള്ള തിഥിയുണ്ട്. അത് ഗ്രീനും യെല്ലോ ആണ്. തീർച്ചയായിട്ടും തമിഴ് സംസ്കാരത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടുള്ള നിറങ്ങളാണ്. ബോക്സിൽ വാച്ച് തുടയ്ക്കാനുള്ള ഒരു തുണിയും വാറണ്ടി കാർഡും യൂസർ മാനുവലും എല്ലാം ഉണ്ട്. ഈ വാച്ചിലേക്ക് എന്നെ ആകർഷിച്ച കാര്യം ഇത് DWC ആണ് നിർമ്മിക്കുന്നുള്ളതാണ്. മികച്ചൊരു ക്വാളിറ്റിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊരു 39 mm വാച്ചാണ്. 6 ഇഞ്ച് മുതൽ റിസ്റ്റ് ഉള്ളവർക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാം. 316L സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഈ കേസ് നിർമ്മിച്ചിരിക്കുന്നത്. സഫയർ ക്രിസ്റ്റൽ ആണ്. മിയോട്ട 6P24 മൂവ്മെന്റ് ആണ്. സ്യൂഡോ ലെതർ സ്ട്രാപ്പ് ആണ്. അത് ക്വിക്ക് റിലീസ് സ്ട്രാപ്പ് ആണ്. 20 mm ആണ് സ്ട്രാപ്പ് സൈസ്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ട്രാപ്പ് ആണ്. എനിക്ക് പക്ഷേ സ്ട്രാപ്പ് വേറെയാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു ഹോളും കൂടി വേണം. ബാക്ക് പ്ലേറ്റിൽ DWCയുടെയും ടൈം ഗ്രാഫേഴ്സിന്റെയും ലോഗോ കാണാം. ക്വാളിറ്റി നല്ല പോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു ബ്രഷ്ഡ് ഫിനിഷ് ആണ് ഈ കേസിന്. ഈ വാച്ചിന്റെ ഏറ്റവും വലിയ ഗുണങ്ങളിലൊന്ന് ഇതിന്റെ പ്രൈസിംഗ് ആണ്. 5499 രൂപ വരെ ഉള്ളൂ. ഈ ഒരു പ്രൈസിന് സഫയർ ക്രിസ്റ്റലുള്ള ഹൈ ക്വാളിറ്റി സ്റ്റെയിൻലെസ് സ്റ്റീൽ ബിൽഡ് മൂൺ ഫേസ് വാച്ച് ഒരു നല്ല ഡീലാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിയോട്ടോ മൂവ്മെന്റ് ആണ്. കോഡ്സ് വാച്ച് ആണ്. ഒരു ഹൈഡ്രോളിക് പ്രസ് ഡയലാണ്. നല്ല ഭംഗിയുള്ള ഒരു ഡയലാണ്. അത് പ്രത്യേക എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ തീർച്ചയായിട്ടും ഇതൊരു മൂൺ ഫേസ് വാച്ച് ആണ്. 6 o'clock മുകളിലായിട്ട് മൂൺ ഫേസ് വിൻഡോ നമുക്ക് കാണാം. 50 മീറ്റർ ആണ് ഈ വാച്ചിന്റെ വാട്ടർ റെസിസ്റ്റൻസ്. ഇപ്പൊ 2 ഇന്ത്യൻ ഭാഷകളിലാണ് ഈ വാച്ച് വന്നിരിക്കുന്നത്, മലയാളവും തമിഴും. ഇനിയും കൂടുതൽ ഇന്ത്യൻ ഭാഷകളിൽ ഈ വാച്ച് വരുന്നു പറയപ്പെടുന്നു. പക്ഷെ വന്ന വാച്ചുകളെല്ലാം തന്നെ ഉടനെ തന്നെ വിറ്റ് തീരാണ് ഉണ്ടായത്. അടുത്തൊരു ബാച്ചും കൂടി വരുന്നു പറയുന്നുണ്ട്. പക്ഷെ അധികം വാച്ചുകൾ വരാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ബാച്ച് വരുമ്പോൾ തന്നെ വാങ്ങുന്നതാണ് നല്ലത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അധികം വാച്ചുകൾ വരാൻ സാധ്യത ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതൊരു കളക്റ്റബിൾ ഐറ്റം ആയിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ താങ്ക് യു DWC ആൻഡ് ടൈം ഗ്രാഫേഴ്സ്. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതെനിക്ക് വലിയൊരു പ്രചോദനം അതുപോലെ വലിയൊരു സഹായമാണ്. നമുക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ടെക്ലുട്ടാപ്പി തന്നെയാണ് അതിന്റെ പേര്. ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.